മോഹൻ ചെറായിയുടെ ഓർമ്മച്ചപ്പിൽ നിന്ന് മുത്തച്ഛനെക്കുറിച്ചുള്ള ഒരു അധ്യായം. മോഹൻ ചെറായിയുടെ ഓർമ്മച്ചപ്പ്. മുത്തച്ഛൻ എന്ന മഹാസംഭവം. ആദർശം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ ഓർത്തുപോകുന്ന ഒരു പേരുണ്ട്. അമ്മാഞ്ചേരി കൊച്ചുപിള്ള. അമ്മയുടെ അച്ഛനാണ് എൻ്റെ മുത്തശ്ശൻ. തികഞ്ഞ നിരീശ്വരവാദി, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ്, ശ്രീനാരായണ ഗുരുവിന്റെ അനുയായി. സഹോദരൻ അയ്യപ്പന്റെ നിർദ്ദേശമനുസരിച്ച് വടക്കൻ പറവൂരിൽ വടക്കേക്കരയിലെ കട്ടത്തുരുത്തിൽ പന്തി ഭോജനം നടത്തിയ വിപ്ലവകാരി. പന്തി ഭോജനത്തെക്കുറിച്ച് മുത്തച്ഛൻ പറഞ്ഞുള്ള കേട്ടറിവേ എനിക്കുള്ളൂ. ആളെത്ര കുറഞ്ഞാലും പന്തി ഭോജനം നടത്തണമെന്നും താൻ അതിൽ പങ്കെടുക്കാമെന്നും സഹോദരൻ പറഞ്ഞതനുസരിച്ച് എല്ലാം ഒരുക്കി. ഒറ്റപ്പെടുത്തൽ ഭീഷണി മൂലം പങ്കെടുക്കാമെന്ന് പറഞ്ഞവരെല്ലാം സമയമായപ്പോൾ ഓരോരുത്തരായി ഒഴിഞ്ഞുമാറിക്കളഞ്ഞു. ജാതിയിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണിയുമായി വന്ന ഏതാനും ജാതി ഈഴവരോട് മുത്തച്ഛൻ പറഞ്ഞുവത്രേ, കണ്ടങ്കോരനും ചാത്തനുമുണ്ടാവും, ഞാനും എൻ്റെ മക്കളുമുണ്ടാകും, കൂടാതെ നിങ്ങള് പുലയനയ്യപ്പനെന്ന് വിളിക്കുന്ന ആ അങ്ങേരുമുണ്ടാവും. പന്തി ഭോജനത്തിനു മാത്രമേ ആള് മതി. പിന്നെ എന്നെ ജാതിന്ന് പുറത്താക്കണമെങ്കിൽ അങ്ങ് പുറത്താക്ക്. കഞ്ഞിയും കായ ഉലർത്തിയതും ചമ്മന്തിയും കൂട്ടി പന്തി ഭോജനം നടന്നു. അറിയപ്പെടാതെ പോയ പന്തി ഭോജനം. എന്നും മുത്തച്ഛനായിരുന്നു എൻ്റെ റോൾ മോഡൽ. ഹൈന്ദവ ഗ്രന്ഥങ്ങൾ മിക്കതും ഹൃദിസ്ഥമാക്കിയ അദ്ദേഹം ഞാനുമായി സംവാദത്തിലേർപ്പെടുക അന്ന് പതിവായിരുന്നു. മുത്തച്ഛൻ എന്നും എന്നെ തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു. ഓരോ വട്ടവും കട്ടത്തുരുത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ എന്നെ തോൽപ്പിക്കണമെന്ന്. മന്ത്രവാദി പരമോച്ചേട്ടനിൽ നിന്നും പള്ളത്താംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പൂജാരിയിൽ നിന്നും സമാഹരിച്ച അറിവുകളും കൊണ്ട് ഞാൻ മുത്തച്ഛനെ കാത്തിരുന്നു. നേരിടാൻ അറിവുകൾ പോരാതെ വന്നപ്പോൾ ഒടുവിൽ ഗ്രന്ഥപാരായണം ഞാനും തുടങ്ങി. പക്ഷേ മുത്തച്ഛനെ തോൽപ്പിക്കാനായില്ല. അറിവ് നേടിയ ഞാൻ പുതിയ മതമേഖല തേടുകയും ജയിക്കുകയും ചെയ്തു. ആദർശങ്ങൾ വെറുതെ പറയാനുള്ളതല്ലെന്നും അവ ജീവിതത്തിൽ പകർത്താനുള്ളതാണ് എന്നും അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തി. കാര്യങ്ങൾ മുഖത്തു നോക്കി പറയാൻ എന്നെ പ്രാപ്തനാക്കിയതും മുത്തച്ഛനായിരുന്നു. ഏതോ മഹാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് അദ്ദേഹം ഉദ്ധരിച്ച ഒരു വാചകം മുഹമ്മദ് നബിയുടേതാണെന്ന് വളരെ വൈകി പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. നിനക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത് നീ പറയരുത്. ഈ ഒരൊറ്റ വാചകം എന്റെ ജീവിതത്തെ കുറച്ചൊന്നുമല്ല മാറ്റിമറിച്ചത്.